ശബരിമലയിൽ ഈ മാസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ഈ മാസം 30-ന് മാത്രമാണ് ഏതാനും സ്ലോട്ടുകൾ അവശേഷിക്കുന്നത്. ശബരിമല നട തുറക്കുന്ന 15 മുതൽ 29 വരെ ഒരു സമയത്തും വെർച്വൽ ക്യൂ ഒഴിവില്ല. 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി സമയക്രമം ലഭിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അപ്പോൾ 29 വരെയുള്ള തിരക്ക് ഊഹിക്കാൻ കഴിയും. സ്പോട്ട് ബുക്കിംഗ് വേറെ മുതൽ 29 വരെയുള്ള 14 ദിവസത്തേക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ഏതാനും സ്പോട്ടുകൾ ബാക്കിയുള്ളത് 30-ാം തീയതി മാത്രമാണ്. ഇത് ഇപ്പോൾ അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ ചുവപ്പ് കാണിക്കുകയാണ്. 15 മുതൽ 29 വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇനി സാധ്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി സ്പോട്ട് ബുക്കിംഗിലൂടെ ആയിരിക്കും ഇനി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം സാധ്യമാകുക. പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴി സമയം ക്രമീകരിച്ച് ലഭിക്കുക. ഇതിൽ കൂടുതൽ ആളുകൾ ഇനി എത്തിയാൽ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുഴുവൻ ആളുകൾക്കും ദർശനം സാധ്യമാകും, ആർക്കും നിരാശരാകേണ്ടി വരില്ല എന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ 10,000-ത്തിലധികം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യവും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. പന്തളം, ചെങ്ങന്നൂർ, നിലയ്ക്കൽ തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് സംവിധാന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. ഈ ഭാഗങ്ങളിലും വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളാണ്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി തിരുവാഭരണ ദർശനവും ഒക്കെ പൂർത്തിയാക്കി ഒരുപാട് ഭക്തജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ ശബരിമലയിലേക്ക് എത്താറുണ്ട്. അന്യസംസ്ഥാന ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടത്താവളവുമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം. ഇവിടെ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. അത് പമ്പയിൽ കൂടുതൽ തിരക്ക് ഉണ്ടാകുന്നതിന് കാരണമാകും എന്നുള്ള ആശങ്കയാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പമ്പയിൽ 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന പമ്പയിൽ എത്തുന്ന ഭക്തജനങ്ങൾ മറ്റു ഭാഗങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഉയർത്തുന്നത്. എന്തായാലും ഇനി വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി സമയം ലഭിച്ചവർ എന്തെങ്കിലും കാരണവശാൽ യാത്ര മാറ്റി വെക്കേണ്ടി വന്നാൽ ഉടൻ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണം എന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത്. അല്ലെങ്കിൽ പിന്നീട് അവരുടെ ദർശനാവസരം നഷ്ടമാകും. ക്യാൻസൽ ചെയ്യുന്ന സമയം സ്പോട്ട് ബുക്കിംഗിലേക്ക് ഇത് മാറും. സ്പോട്ട് ബുക്കിംഗിന് ആധാറോ അതിന്റെ പകർപ്പോ കാണിക്കണം എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇനി അതില്ലെങ്കിൽ പാസ്പോർട്ടോ വോട്ടർ ID കാർഡോ ഹാജരാക്കേണ്ടതുണ്ട്. പമ്പയിൽ 7 കേന്ദ്രങ്ങൾ സ്പോട്ട് ബുക്കിംഗിന് തയ്യാറാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ, എരുമേലി എന്നീ ഭാഗങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടന കാലത്തിന്റെ ആരംഭം മുതൽ തന്നെ തിരക്ക് ഉണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. വീണ.